IPL മാച്ച് നമ്പർ 18 ഇന്നലെ അവസാനിച്ചപ്പോൾ രാജസ്ഥാന്റെ ഭാഗത്തു നിന്നും തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച പഞ്ചാബ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഗംഭീര തുടക്കമായിരുന്നു ജയ്സ്വാൾ രാജസ്ഥാന് നൽകിയത്. പവർ പ്ലേയിൽ 53 എടുത്ത രാജസ്ഥാന് 11ാം ഓവറിലാണ് ആദ്യ വിക്കറ്റ് സഞ്ജുവിന്റെ രൂപത്തിൽ നഷ്ടമായത്. എങ്കിലും ജയ്സ്വാൾ ടെമ്പോ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് 6 ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. ജയ്സ്വാൾ 67 നേടി പുറത്തായ ശേഷം അവസാന ഓവറുകളിൽ റിയാൻ പരാഗ്, ഹെഡ്മേർ, ധ്രുവ് ജൂറൽ എന്നിവരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് 205-4 എന്ന നിലയിലേക്ക് രാജസ്ഥാനെ എത്തിച്ചത്. ഈ ഗ്രൗണ്ടിൽ ആദ്യമായി IPL-ൽ 200 പേർക്കുന്നതും ഈ മത്സരത്തിലായിരുന്നു. കഴിഞ്ഞ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട ജയ്സ്വാൾ ഇന്നലെ തിളങ്ങിയതായിരുന്നു രാജസ്ഥാൻ ബാറ്റിംഗിന്റെ ബാക്ക് ബോണായി മാറിയത്. പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മിഡിൽ ഓവേഴ്സിൽ ബൗളേഴ്സിന് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയത് അവർക്ക് തിരിച്ചടിയായി മാറി. ചഹൽ 10 മുകളിൽ എക്കോണമിയിൽ പോയപ്പോൾ സ്പിന്നേഴ്സിന് നേരിയ സപ്പോർട്ട് ഉണ്ടായിരുന്ന ട്രാക്കിൽ പഞ്ചാബിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. കൂടാതെ ഫാസ്റ്റ് ബോളേഴ്സ് ഓവറായി എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നത് പോലെ മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം ഓരോ ഓവറിൽ തന്നെ 3-4 നല്ല പന്തുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് തന്നെ പിന്നീട് എറിയാൻ ശ്രമിക്കാതെ പുതിയതായി വേറെ എന്തോ ട്രൈ ചെയ്യാൻ നോക്കിയായിരുന്നു പഞ്ചാബിലെ ഒട്ടുമിക്ക താരങ്ങളും അടി വാങ്ങുന്നത്. അവസാന ഓവർ മാർക്കസ് സ്റ്റോയിനിസ് എറിയുന്ന രീതിയിലേക്ക് ശ്രേയസ് ബൗളേഴ്സിനെ കൊണ്ടുപോയതും ഒട്ടും ഇംപ്രസീവായി തോന്നിയില്ല. കാരണം ലാസ്റ്റ് ഓവറിൽ ഒരു നല്ല ഫിനിഷ് കിട്ടി നല്ലൊരു മൊമെന്റത്തോടെയായിരുന്നു രാജസ്ഥാൻ 2ാം ഇന്നിംഗ്സിന് ഇറങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്ത് ആർച്ചർ മികച്ച തുടക്കം രാജസ്ഥാന് നൽകി. ഇൻഫോം ബാറ്റർ ശ്രേയസ് വന്ന് ഓവർ അഗ്രസീവായി കളിക്കാൻ നോക്കി ആദ്യ ഓവറിൽ തന്നെ പുറത്തായതോടെ പഞ്ചാബ് തകർച്ചയിലേക്ക് പോയി. 7ാം ഓവർ ആയപ്പോഴേക്കും 43-4 എന്ന നിലയിലായിരുന്നു പഞ്ചാബ്. എന്നാൽ 5ാം വിക്കറ്റിൽ നെഹൽ വധേര, മാക്സ്വൽ ജോഡി ഒരു മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഗെയിം പതിയെ പഞ്ചാബിന്റെ ഭാഗത്തേക്ക് തിരിക്കുന്നത് പോലെ തോന്നിയിരുന്നു. എന്നാൽ ടൈറ്റ് ബൗളിംഗ് കാഴ്ചവെച്ച രാജസ്ഥാൻ ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തതോടെ പിന്നീട് ഗെയിം 6-6ന്റെ പരിധിക്ക് നിൽക്കുകയാണ് ചെയ്തത്. മാക്സ്വൽ വധേര പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നപ്പോഴും ആസ്കിംഗ് റേറ്റ് ഒരിക്കലും കീപ്പപ്പ് ചെയ്യാൻ പഞ്ചാബിന് സാധിച്ചിരുന്നില്ല. ശ്രേയസിനെ പോലെ നിലവിൽ ഏറ്റവും ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റർ ഒരു കാര്യവുമില്ലാതെ ആദ്യ ഓവറിൽ തന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഔട്ടായത് വളരെ സ്റ്റുപ്പിഡായി തന്നെ തോന്നിയിരുന്നു. കാരണം മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ ശ്രേയസ് ആയിരുന്നു ബെസ്റ്റ്. രാജസ്ഥാനെ നോക്കിയാൽ ബൗളേഴ്സിനെ സഞ്ജു റൊട്ടേറ്റ് ചെയ്ത രീതി വളരെ ഇംപ്രസീവ് ആയിരുന്നു. പവർ പ്ലേയിൽ റിസ്ക് എടുക്കാതെ ഏറ്റവും ബെസ്റ്റ് ബൗളേഴ്സിനെ തന്നെ യൂസ് ചെയ്ത് ഒരേ സമയം വിക്കറ്റ് എടുക്കാനും വിക്കറ്റ് കിട്ടിയ ശേഷം റൺസ് കണ്ടെയ്ൻ ചെയ്യാനും സഞ്ജു ശ്രമിച്ചിരുന്നു. മിഡിൽ ഓവേഴ്സിൽ അടുപ്പിച്ച് 2 ഓവർ സ്പെല്ല് ഒട്ടുമിക്ക സമയത്തും ഒരു ബൗളർക്കും സഞ്ജു കൊടുത്തിരുന്നില്ല. ഹസിരംഗ മാത്രമാണ് 13ാം ഓവർ കഴിഞ്ഞ് അടുപ്പിച്ച് 2 ഓവർ എറിഞ്ഞത്. ബാറ്റേഴ്സിന് ഫെമിലാരിറ്റി കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വാട്സൺ കമന്ററിക്കിടെ പറയുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ അഗ്രസീവായ ഒരു അറ്റാക്ക് പഞ്ചാബിന് നടത്താൻ പറ്റാതെ പോയതും ഇതുകൊണ്ടാവാം. എന്തായാലും ആർച്ചർ ആദ്യ 2 മത്സരത്തിന് ശേഷം റിതം കണ്ടെത്തിയത് രാജസ്ഥാന് വലിയ പോസിറ്റീവായി തന്നെ മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 205 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 155 നേടാൻ മാത്രമേ പഞ്ചാബിന് സാധിച്ചുള്ളൂ.